Hi friends, welcome to our channel Keen on Fire. അപ്പം ദിസ് ഈസ് കുറച്ച് പഴയ ക്വസ്റ്റ്യൻസ് ആണ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇഫ് യു സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഓൾ ദീസ് തിങ്സ് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. 2014 ഒരു പ്രോബ്ലമാണിത്. മോളിക്യൂൾ ഓഫ് ഗ്യാസ് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 6 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. എന്താണ് നമ്മുടെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, അല്ലെങ്കിൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അവർ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റൻറ്റ് സി വി ആണ് ചോദിച്ചേക്കുന്നത്. സി വി അല്ലേ, സി വി ഇസ് ഈക്വൽ ടു നമുക്കറിയാം, സി വി ഇസ് ഈക്വൽ ടു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ബൈ 2 ഇൻറ്റു ആർ. സോ ഫ്രീഡം 6 ഡിഗ്രി ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, എഫ് ഇസ് ഗിവൺ ആ 6. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 6/2 ഇൻറ്റു ആർ. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് 3R. ഒരു സെക്കൻഡ് പോലും വേണ്ട ചെയ്യാൻ. സോ 3R മനസ്സിൽ പോലും നിങ്ങൾക്ക് ചെയ്യാം. സി വി ഇതാണെന്ന് അറിയാം. വാട്ട് ഈസ് സി പി? മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, ദാറ്റ് ഈസ് R ഇൻറ്റു F/2 + 1. സോ സി പി ബൈ സി വി ഇസ് ഈക്വൽ ടു ഗാമ, ദാറ്റ് ഈസ് R ഇൻറ്റു F/2 + 1/F/2, R ഇൻറ്റു F/2. പിന്നെ നമുക്കറിയാം സി പി മൈനസ് സി വി എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ഫ്രം കീം 2014 കീമിലെ ചോദ്യമാണ്. ഇറ്റ്സ് ഓൾസോ വെരി സിമ്പിൾ. ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ റിജിഡ് ഡയറ്റമിക് മോളിക്യൂൾ. റിജിഡ് ആയിട്ടുള്ള ഡയറ്റമിക് മോളിക്യൂളാണ്. അപ്പോൾ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡമാണ് ചോദിച്ചേക്കുന്നത് ഫോർ ഡയറ്റമിക് മോളിക്യൂൾ റിജിഡ്. നമുക്കറിയാം എന്തൊക്കെയുണ്ട്. ഡയറ്റമിക് ആവുമ്പോൾ degrees of freedom, that is the translational degrees of freedom. Translational degrees of freedom വന്നിട്ട് degrees of freedom, കാരണം അതിന് XYZ ഡയറക്ഷനിലെല്ലാം മൂവ്മെൻ്റ് ഉണ്ട്. സോ ഇറ്റ് ഈസ് 3. അതേപോലെ തന്നെ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നതും അതിൻ്റെ ഡയറ്റമിക് ആകുമ്പം ആ സെയിം ആക്സിസിലുള്ള റൊട്ടേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇസഡ് ആൻഡ് വൈ ഡയറക്ഷനിലെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് കാരണം സെയിം ഡയറക്ഷനിൽ വി ആർ ക്യാൻസലിങ്. സോ 3 + 2 ഈസ് ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5 ഫോർ ഡയറ്റമിക് കേസ്. 5 ഈസ് ദ ആൻസർ. ഇൻ ദ കേസ് ഓഫ് മോണോ ആറ്റമിക് ആണെങ്കിൽ നമ്മൾ റൊട്ടേഷണൽ ഫ്രീഡമേ കൺസിഡർ ചെയ്യുന്നില്ല. മോണോ ആറ്റോമിക്കിൻ്റെ കേസിൽ ഉള്ള ട്രാൻസ്ലേഷണൽ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷനിലെ മൂവ്മെൻറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. ഇനി പോളി ആറ്റമിക് അല്ലെങ്കിൽ ട്രൈ ആറ്റമിക് എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മളെല്ലാം കൺസിഡർ ചെയ്യും. 3 + 3 റൊട്ടേഷൻ 3 ഉണ്ട്, ട്രാൻസ്ലേഷനിൽ 3 ഉണ്ട്. അത് 3 കൂടെ ചേർത്ത് 6. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇതെല്ലാം റിജിഡിൻ്റെ കേസിലാണ്. നോൺ റിജിഡ് അല്ലെങ്കിൽ വൈബ്രേഷനൊക്കെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ചേഞ്ച്. വൈബ്രേഷൻ്റെ കേസിൽ നമുക്ക് അഡീഷണൽ ഒരു 2 കൂടെ വരും കേട്ടോ. അത് ഇതിലൊന്നും മോണോ ആറ്റമിക്കിൽ വൈബ്രേഷൻ ഒന്നും വരില്ല. മോണോ ആറ്റമിക് ഇറ്റ്സ് ഓൺലി 3 എവറി ടൈം. ഓക്കെ, സോ അതൊന്ന് ഓർത്തോളാം. ദിസ് ഓൾസോ 2015 കീമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ, ഐ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ, നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഫോർ എ മോണോ ആറ്റോമിക് ഗ്യാസ് ദ മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഡിവൈഡഡ് ബൈ മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആർ. അത്രേ ചോദിച്ചിട്ടുള്ളൂ. മോണോ ആറ്റമിക് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. അത് നമുക്കറിയാം. മോളാർ സ്പെസിഫിക് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ CP ഡിവൈഡഡ് ബൈ R ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. വെരി സിമ്പിൾ. വാട്ട് ഈസ് CP? CP ഇസ് ഈക്വൽ ടു R ഇൻറ്റു F/2 + 1. സോ CP ബൈ R എന്ന് വെച്ച് കഴിഞ്ഞാൽ R ഇൻറ്റു F/2 + 1 ഡിവൈഡഡ് ബൈ R. ആറും ക്യാൻസൽ ചെയ്തു. വാട്ട് ഈസ് F? F നമുക്കറിയാം 3/2 + 1. അപ്പം 1 1 2.5. സോ ദാറ്റ്സ് ആൻസർ. 2.5 ഈസ് ദ ആൻസർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. CP എന്താണെന്നറിയാം, R എന്താണെന്നറിയാം. ജസ്റ്റ് യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എവറിത്തിങ്. F മോണോ ആറ്റോമിക് ഗ്യാസിൻ്റെ കേസാണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം F ഇസ് ഈക്വൽ ടു 3. ഓക്കെ, ഓക്കെ, ദിസ് ഓൾസോ 2015 കീമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഹോട്ട് വാട്ടർ കെപ്റ്റ് ഇൻ എ വെസൽ ഇൻ എ റൂം. ഒരു റൂമിൽ ഒരു ഹോട്ട് വാട്ടർ, ഒരു പാത്രത്തിൽ നല്ല ചൂടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്.
cools from 70 to 65 degree in T1 minute, 65 to 60 degree in T2 minute, 60 to 55 degree in T3 minute. അങ്ങനെയാണെങ്കിൽ ടൈമിൻ്റെ റിലേഷൻഷിപ്പ് ടൈം അതായത് ഓരോരോ 5 ഡിഗ്രി അല്ലേ. ആദ്യം 70 നിന്ന് 65 അതൊരു T1 മിനിറ്റിൽ 65 എത്തി. പിന്നെ 65 നിന്നും 60 അല്ലേ, 65 നിന്ന് 60 ഡിഗ്രിയിലേക്ക്, അതായത് നെക്സ്റ്റ് 5 ഡിഗ്രി. ദിസ് ഈസ് 5 ഡിഗ്രി ഡിഫറൻസ്, ദിസ് ഈസ് ഓൾസോ 5 ഡിഗ്രി ഡിഫറൻസ്. അത് T2 ആണ്. ദിസ് ഓൾസോ 55, ദിസ് ഈസ് T3. അപ്പോൾ നമുക്ക് നോർമൽ തോന്നും ഇതെല്ലാം സെയിം ആയിരിക്കണം. അപ്പോൾ പുറത്തെ ഒരു ടെമ്പറേച്ചർ നമുക്ക് അറിയത്തില്ല. ലെറ്റ് ഇറ്റ് ബി ഒരു 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് പുറത്തുള്ളതെന്ന് വിചാരിക്കാം. നമുക്ക് അറിയത്തില്ല വാട്ട് ഈസ് ദ ഡിഫറൻസ്. സോ നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ടെമ്പറേച്ചർ കുറയുന്നത് അതിൻ്റെ ടൈം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഓൾസോ. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഈ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ്. അതായത് റേറ്റ് ഓഫ് കൂളിംഗ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു dt/dt. അല്ല ഇക്വേഷൻ ഞാൻ എഴുതാം. dt/dt small t is equal to a constant into T1 plus T2/2 minus T0. This is the equation for Newton's law of cooling. Newton's law of cooling. കൺസെപ്റ്റ് മനസ്സിലാക്കാൻ എനിക്ക് ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുവാണ്, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ T0 എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, നമ്മുടെ T0 ഔട്ട്സൈഡ്. അപ്പോൾ ഈ രണ്ട് DT എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ടെമ്പറേച്ചർ ഡിഫറൻസ് 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലേ. അത് കെൽവിനിലേക്ക് മാറ്റാം. വാട്ട് എവർ 5 ഡിഗ്രി ഡിഫറൻസ് ആയതുകൊണ്ട് കെൽവിൻ ആയാലും എന്തോ ആണെങ്കിലും ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് ദാറ്റ് വൺ 5 ഡിവൈഡഡ് ബൈ, ഇതിപ്പോൾ ഡിഗ്രിയിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. T1 മിനിറ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ട് കമ്പയർ, ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് ഈ T1 70 + 65/2 ഇതിൻ്റെ ആവറേജ് മൈനസ് ഈ T0 30 ആണെന്ന് ചെയ്യുക 30. സോ ഇതിൻ്റെ അർത്ഥം എന്താ, അതായത് ഈ ഡിഫറൻസ് നമുക്ക് എല്ലാവർക്കും സെയിം ആണ്. ഈ ടൈം എന്ന് പറയുന്നത് ഇതിൻ്റെ ആവറേജ് എടുക്കുക, ഈ രണ്ടിൻ്റെ ആവറേജ് എടുക്കുക, അതിൽ നിന്ന് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കുറയ്ക്കുക. അപ്പം ഇതെല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ, അതായത് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ഇങ്ങോട്ട് കുറയുമ്പോൾ ഒരു T1 സെക്കൻഡ് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ 70 നിന്ന് 65 വരാനെടുക്കുന്ന സമയവും 65 നിന്ന് 60 എടുക്കാൻ വരുന്ന സമയവും 60 നിന്ന് 55 എടുക്കാൻ വരുന്ന സമയം, ഈവൻ 55 നിന്ന് ഈ നെക്സ്റ്റ് 50 എടുക്കാൻ വരുന്ന സമയമൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അതെങ്ങനെയാണ്? ഇത് വളരെ പെട്ടെന്ന് എത്തും. ഈ പുറത്തെ ടെമ്പറേച്ചർ 30 ആണെങ്കിൽ ഇത് വളരെ കൂടുതലല്ലേ. ആ ഡിഫറൻസ് കൂടുതലാകുമ്പോൾ വിൽ ഗെറ്റ് ടൈം എന്താകും, ടൈം കുറച്ചും കൂടെ കുറയും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലേ. ഈ ഔട്ട്സൈഡ് ടെമ്പറേച്ചറുമായിട്ട് എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടോ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആ ഹയർ ടെമ്പറേച്ചറിൽ വളരെ പെട്ടെന്ന് തന്നെ അത് തൊട്ടടുത്ത ഡിഗ്രി ടെമ്പറേച്ചർ കുറയുന്നത്, അതായത് കൂളിംഗ് വളരെ ഫാസ്റ്റായി നടക്കും ഹൈ ടെമ്പറേച്ചറിന്. അപ്പം ഈ ടെമ്പറേച്ചറിന് ഇതിലേക്ക് മാറാൻ പെട്ടെന്ന് സമയമെടുക്കും. 1 മിനിറ്റാണ് എടുക്കുന്നതെങ്കിൽ ദിസ് വിൽ ടേക്ക് 2 മിനിറ്റ്, ദിസ് വിൽ ടേക്ക് 3 മിനിറ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ്. ചിലപ്പോൾ 2 3 ആവണമെന്നില്ല, ബട്ട് ഇതിനേക്കാളും കൂടുതലായിരിക്കും. സോ ടൈം ഫോർ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് തൊട്ടടുത്ത ടെമ്പറേച്ചറിലേക്ക് വരാൻ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിൽ ആ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് തൊട്ടടുത്ത ടെമ്പറേച്ചറിലേക്ക് വരാൻ നമുക്ക് കുറച്ച് സമയം മതി. പക്ഷേ ഇതിനോടടുത്ത് ഇപ്പം 30 അടുത്തല്ലേ, ഇപ്പം 35 നിന്ന് 30 എത്താൻ ഒരുപാട് സമയം എടുക്കും. 35 നിന്ന് 30 എടുക്കാൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ടേക്സ് ടു ലോങ് ടൈം. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. വളരെ ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ ഇങ്ങനെ ആദ്യം പെട്ടെന്ന് നമ്മൾ നല്ല ചൂടുള്ള സാധനം നമ്മളിങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് ആദ്യം പെട്ടെന്ന് അങ്ങ് തണുത്ത് വരും. പിന്നെ ആ ചൂട് അങ്ങോട്ട് ഈ അറ്റ്മോസ്ഫിയർ പുറത്തുള്ള ഈ സറൗണ്ടിങ്സിലെ ചൂടുമായിട്ട് ആകാൻ വേണ്ടി കുറേ സമയമെടുക്കും. അപ്പോൾ ആ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് പെട്ടെന്ന് തന്നെ കുറയും. താഴേക്ക് വരുന്തോറും ആ ടൈം എടുക്കുന്നത് കൂടിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ. സോ ദാറ്റ് മീൻസ് T1 എന്ന് പറയുന്നത് പെട്ടെന്നാവും, T2 കുറച്ചും കൂടെ സമയമെടുക്കും, T3 കുറേ സമയമെടുക്കും. സോ T1 ഈസ് ലെസ് ദാൻ, T1 1 മിനിറ്റ് ആണെങ്കിൽ T2 2 3 മിനിറ്റ് എടുക്കും, T3 5 6 മിനിറ്റ് എടുക്കും. സോ T1 ഈസ് ലെസ് ദാൻ T2 ലെസ് ദാൻ T3. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആൻസർ. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദിസ് ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 2014 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് ഈസ് 4150 joules per kg plus kg per Kelvin. If the ratio of specific heat is 1.4, then the specific heat at constant volume of the gas in joules per kg per Kelvin.
സോ എന്തൊക്കെയാണ് തന്നേക്കുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സി പി മൈനസ് സി വി. ഇറ്റ് ഈസ് ഗിവൺ ആസ് 4150 ജൂൾസ് പെർ കെ ജി ബൈ കെ. ഡിഫറൻസ് ബിറ്റ്വീൻ രണ്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിൻ്റെ ഡിഫറൻസ് ആണ് പറഞ്ഞേക്കുന്നത്. സി പി മൈനസ് സി വി തന്നിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ റേഷ്യോ സി പി ബൈ സി വി ഈസ് ഗിവൺ ആസ് 1.4. അങ്ങനെയാണെങ്കിൽ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം വാട്ട് ഈസ് സി വി എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് എഴുതാം എന്ത്? ഇത് കിട്ടിയ സ്ഥിതിക്ക് സി പി ഇസ് ഈക്വൽ ടു സി വി ഇൻറ്റു 1.4. ഇതിലങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. ദിസ് ഈസ് 1. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 ബിക്കം സി പിക്ക് പകരം സി വി ഇൻറ്റു 1.4 എടുക്കാം. മൈനസ് സി വി എന്ന് പറയുന്നത് 4150. സോ 1.4 എന്ന് ഇത് 0.4 സി വി എന്ന് പറയുന്നത് 4150. സോ വാട്ട് ഈസ് സി വി കണ്ടുപിടിച്ചോ? 4150 by 0.4. So that means 41500 divided by 4. Beta 41500 divided by 4. Okay, divide ചെയ്തോളൂ 1. അപ്പോൾ 0 കൊടുക്കുക. 4 16. ഓക്കെ, അഗെയിൻ 10 അല്ലേ? ഫൈസർ തന്നെ അല്ലേ? 4 അല്ല. ഓക്കെ, 16 ഇവിടെ എങ്ങനെ വരും? 3 4 3 12. സോ ഇറ്റ് ഈസ് 30. 30 ആകുമ്പം 4 28. ഓക്കെ, അഗെയിൻ 20 ആകുമ്പം 5. സോ ആൻസർ ഈ സി വി ഈസ് 10365 ജൂൾസ് പെർ കെ ജി പെർ കെൽവിൻ. ഓക്കെ, ദിസ് ഈസ് കെൽവിൻ്റെ ക്യാപിറ്റൽ കെ. ഓക്കെ, സോ 10365 ആണ് എനിക്ക് കിട്ടിയത്. 7 ആണോ? സോറി, 7428. 375. ഓക്കെ, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുത്തല്ലേ. 375 10375. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഡിവൈഡ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം മതി. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് സി പി മൈനസ് സി വി തന്നിട്ടുണ്ട്, സി പി ബൈ സി വി തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് സി വി. ജസ്റ്റ് എന്താണ് തന്നിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാനിത് ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചാൽ ഞാനിത് ആദ്യമേ തന്നെ ഇടാം. കാരണം ദീസ് ആർ ദ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ആദ്യം തന്നെ കിട്ടുകയാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതൊക്കെ പണ്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് വാസ് വെരി സിമ്പിൾ. ബട്ട് ഇപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് വരണമെന്നില്ല. ഇതിൻ്റെ കൂടെ വേറെ 2-3 കാര്യങ്ങളും കൂടെ ചേർത്ത് തരും. ഓക്കെ, സോ നിങ്ങൾ ആദ്യമേ തന്നെ എല്ലാം ചെയ്ത് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.